കേരളത്തിൽ സിനിമ പറയുന്ന സിനിമ സ്റ്റാർസ് ആരും CM ആയിരുന്നില്ല. അത് രണ്ടും രണ്ട് ഫീൽഡ് അല്ലേ. എല്ലാവർക്കും നമുക്കിപ്പോ സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോ വേറൊരു ഒഫീഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. കേരളത്തിലൊന്നും സിനിമാടന്മാരൊന്നും മുഖ്യമന്ത്രിയൊന്നും ആകുകയില്ല. കാരണം അത് രാഷ്ട്രീയം, ഇവിടെ ജനങ്ങൾക്കെല്ലാം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈ രാഷ്ട്രീയമായിട്ട് കാണും. தமிழ் ஆளுகளை பத்தி சொல்றேன். சினிமா பார்க்கும்போது அவங்க சென்டிமெண்டோட சேர்த்து தான் பார்ப்பாங்க. ஆனா இங்க அப்படி கிடையாது. இங்க சென்டிமெண்ட் சினிமான்றது வேற, ஒரு പൊളിറ്റിക്കൽ ലീഡർ പൊളിറ്റിക്കൽ എന്നത് വേറെ, அந்த மாதிரி ரெண்டும் பிரிச்சு பார்ப்பாங்க. കേരളത്തിൽ അത് ക്ലിക്ക് ആവില്ല. സിനിമാ താരങ്ങൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ വീക്ഷണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമകൾക്കപ്പുറത്ത് കാര്യങ്ങൾ വിശകലനാത്മകമായ രൂപത്തിൽ, സെക്കുലറാണ്, വിശകലനാത്മകമായി സിനിമാക്കാരായി കാണുകയും രാഷ്ട്രീയക്കാരായി കാണുകയും മതമേലാധികാരികളായി കാണുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണമാണ് കേരളത്തിൽ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Kerala is purely political based state only. We are not focusing on the individual basis. Only it's not about the cinema or celebrity. Here we focus on vision of and ideology. கேரளத்தில் கொஞ்சம் ராஷ்ட்ரியம் தான் பார்க்கும். சினிமா அவ்வளோ இதில்லை. பாப்புலாரிட்டி கொஞ்சம் ராஷ்ட்ரிய மெம்பர்ஸுக்கு தான். കേരള കൾച്ചറും തമിഴ്നാട് കൾച്ചറും രണ്ട് കൾച്ചറാണല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും അംബീഷനും വ്യത്യസ്തമായിരിക്കും. തമിഴ്നാട് ജനങ്ങളുടെ ഒരു അംബീഷൻ ആയിരിക്കത്തില്ല കേരള ജനതയുടെ. അതുകൊണ്ടാണ് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജനതയല്ലേ കേരള ജനത. അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തരെ തിരഞ്ഞെടുക്കുന്നത്. അതെല്ലാം BD സതീശന് സാക്ഷാത്കരിക്കുകയും കഴിയും.